ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മെറ്റൽ ഹൊറർ ഗെയിമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റൽ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഇട്ടും കേട്ടോ. അപ്പോൾ കാണാത്തൊരു ചാനലുണ്ട്, കാണുക, എന്നിട്ട് കാണുക. എന്നിട്ട് സ്റ്റാർട്ട് ഗെയിം. അലനി മിലിനിയാണ് നമ്മൾ എസ്കേപ്പ് ആക്കി അടുത്ത ആളെ. ഇത് പറഞ്ഞാൽ ഒരു മൂവിക്കോണടുത്ത് ഫാനിൽ ഒരു സൈക്കോ കൊണ്ടുപോയി എന്നാണ് ഇതിൽ പറയുന്നത്. ഒന്ന് നോക്കാം ഗൈസ്. ഈ സ്കൂൾ പോയി റണ്ണാവേ ഗെയിം കളിക്കണ്ടേന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടോ. ടാപ്പ് ടു കണ്ടിന്യൂ കൊടുത്തു. ഈ ബോക്സിൽ എന്താ ലോക്ക് പിക്ക് കിട്ടി. ലോക്ക് പിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബോക്സിൽ അതൊക്കെ മാറ്റല്ലേ ഗൈസ്. മാറ്റി ഈ ഡോർ എടുക്കാം. ഇവിടെ പന്നികണി ഇവിടെ ഇവിടുത്തെ ഈ സൈഡിലിടാം. പന്നികണി ഒരു വെക്കും. ഇവിടെ ഒന്നുമില്ലല്ലോ ഗൈസ്. എന്താ അവിടെ എന്തോ നമുക്ക് എല്ലാ ഡോഗാണ്. അതെ ഡോഗുണ്ട്. വേഗം എടുത്ത് ഓടാം ഗൈസ്. എന്തോ നൈഫ് കട്ടർ ഇട്ടീണ്. വേഗം കേജിൻ്റെ ഉള്ളിൽ കയറുക. അയാൾ വരും. പക്ഷെ നൈഫ് കട്ടർ പന്തിയിലേക്ക് കയറാം. ആ ഗൈസ്, ആ റൂമിലൊരു പെട്ടി കാണുന്നുണ്ട്. അതാണ് ആ റൂമിൽ പെട്ടിയുണ്ട്. അത് പോയിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ വരും. ഗൈസ്, അയാളുടെ വരുന്നു. അയാളെ മുള്ളേറ്റെന്തോ മാസ്ക് ഉണ്ടാക്കി. അയാളെ മുഖം നോക്കി ഗൈസ്. അയാൾ പോണിഞ്ഞത് ഇപ്പം ആ റൂമിൽ അതിൻ്റെയാണ് തോന്നുന്ന ടാപ്പ് ചുറ്റിയണേ. നമുക്ക് ഇതുകൊണ്ട് മുറിക്കാൻ തോന്നുന്നു. ഇതല്ല, ഇത് കീ വേണം. കണ്ടാ പറഞ്ഞില്ല അതിൻ്റെയാണ് അതിൻ്റെ കീ. നമ്മൾ ഇതിൻ്റെ കീ അതുകൊണ്ട് ഇതിൻ്റെ കീ അല്ലേ, ലൈറ്റ് കടാ തോന്നുന്നു. അതിൻ്റെ കീയാ തോന്നുന്നു. ഇത് തുറന്ന് അലാറം അടിക്കും. ഇപ്പം തുറന്ന് എന്തെങ്കിലും എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കിട്ടി എടുക്ക് വരും. വയനാട് വേടക്ക് എന്തോ സാധനം കിട്ടി. ഇത് ഇതിപ്പോൾ അലാറം അടിക്കണിയേ. അവിടെ ചെറിയ ഇലക്ട്രിക് ബോക്സ് കാണണ്ട. അപ്പോൾ അതിൻ്റെ അവിടെ അതിൻ്റെ കീ ആണ് എന്നാ തോന്നുന്നു. അങ്ങനത്തെ കീ ഇതിലുണ്ടാവുള്ളൂ. എന്നിട്ട് ഓഫാക്കണം തോന്നുന്നു. അയാൾ വന്ന് നോക്കുന്നുണ്ട്. ആ റൂമിൽ കയറാത്ത വലിയ ഭാഗ്യം. ഇവിടെ ബൾബൊക്കെ ഉണ്ട്. ഇവിടെ ലൈറ്റും കത്തിക്കണില്ല. എന്നിട്ട് അയാൾ ഇപ്പോൾ പോകുന്നിട്ട് നമുക്ക് തുറന്നിട്ട് അത് തുറക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ കണിയൊന്നും ഇല്ലല്ലോ. ഇല്ല ഇത് അല്ല. ആണ് അത് ഓഫാക്കാൻ അലാറം അടിക്കൂല. നമുക്ക് മേലെ പോകാൻ സ്വിച്ച് ഇടട്ടെ. ബൾബില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അത് എടുക്കാം. പക്ഷെ എൻ്റെ ചെയർ വേണ്ടി വരും. ഗൈസ് കൊണ്ട് ചെയർ എടുക്കാൻ പറ്റൂല. ഗൈസ് ചെയർ ഇട്ടീനെ. അപ്പോൾ ഇവിടുത്തൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. ഇവിടെ എക്സൊക്കെ വരച്ച് വെച്ചിക്കണ്. ഇതിമ്മ വെച്ചാൽ മതി. ഇതേമാതിരി കയറാൻ പറ്റില്ലല്ലോ. ഗൈസ് കയറി ബൾബ് എടുത്തിക്കണ്. എടുക്കുക. അവിടെ തന്നെ കൊണ്ടൊക്കെ അല്ലെങ്കിൽ പിന്നെ അയാൾ കൊല്ലും. അവിടെ തന്നെ വെച്ച് ബൾബിന് മേലെ കൊണ്ടുപോയി വെക്കാം. കുനിഞ്ഞു ബൾബ് മേലെ ഇവിടെ കൊണ്ട് ഇവിടെ ഇല്ല. പൈസ കണ്ടതാ. ബൾബ് ഫിറ്റ് ചെയ്തു. ലൈറ്റ് ഓണാക്കുക. കത്തി തോന്നുന്നു.
ഗൈസ് കത്തി. ഇവിടെ പന്നിക്കണി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. എന്താ അവിടെ ബോക്സില്ല. ഇവിടെ എന്തൊരു ബോക്സിൽ കാണാണ്ട്. ഇതിലൊന്നുമില്ല. ഇത് പൊട്ടിക്കണം എന്നാണ് പറയുന്നത്. ഇതിന് കോടാലി വേണ്ടി വരും. കോടാലിക്ക് ഇവിടെ ഓർമ്മയുണ്ട് ഗൈസ്. ആദ്യം വന്ന് ഇത് കീ കിട്ടി. ആ മറ്റേ ഡോറിൻ്റെയാണ് തോന്നുന്നു. വേഗം തുറക്കാം. കോടാലി നമുക്ക് എന്തോ അവിടെ പീസ് ഉണ്ട്, പക്ഷെ ഹാൻഡിൽ വേണം. അത് കിട്ടി നമുക്ക് കോടാലി തെറ്റും. ഇത് അതിൻ്റെ കീയാ തോന്നുന്നത് ഗൈസ്. അതിൻ്റെ കീ തന്നെയാണ്. ഇത് തുറക്കാം ഗൈസ്. ഇപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഓർമ്മയുണ്ട്. ഇത് ഈ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ എന്തോ സീക്രറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ലൈറ്റ് ഇട്ടിട്ട് നമ്മളെ റൂമിൻ്റെ ബാക്കിൽ കൂടെ നോക്കിയാൽ എന്തോ കോഡ് കാണും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ കോഡ് ഏതൊരു ബോക്സിൻ്റെ എത്ര കോഡ്? 605. 605 ഈ ബോക്സിൻ്റെ ആണ് തോന്നുന്നു. ഈ സൈഡിലുള്ള 605. കൈസ് ഡോർ ആയി കൈസ്. അതാ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടീന് കൈസ്. നമുക്കവിടെ വെക്കായിട്ട് ലൈറ്റ് എടുത്തിട്ട് കൈസ് ഡോർ പൊളിക്കാൻ പോയിട്ട്. ഇത് ഓൾഡ് ഡോറാണ് എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് പൊളിക്കാൻ പറ്റുമോ നോക്കാം. അതിൻ്റെ ഇത് കിട്ടിയാണ് വെക്കാം. ഇനി നമുക്ക് ഒന്ന് ആ കലം പൊട്ടിക്കണം. അതിൽ ആദ്യം കലം പൊട്ടിക്കുക. കലം പൊട്ടിച്ച അയാൾ എന്തായാലും വരും, ഉറപ്പാണ്. ചിലപ്പേ വരും എന്തായാലും. നീ ഇരിക്ക്. പോവാൻ എവിടെയെന്നാ കല? ആ ഭാഗത്തേന്നില്ലേ പൊട്ടിക്കാണ്. ഇതെന്തോ ഒരു ഇത് കിട്ടിയാണ്. അത് നമുക്ക് എന്താ മനസ്സിലായി? ഉള്ളിൽ വെച്ചാണ് ലൈറ്റ് എടുത്തിട്ട്. വേഗം വേഗം ഇപ്പോൾ വരും. തുറക്ക്. അടക്ക്. ഗൈസ് കൊന്നു. അയാൾ കൊന്നു. ഇല്ല കൊന്നിട്ട് ഗൈസ് അങ്ങനെ വേഗം എത്തി. നമ്മളിപ്പോൾ എടുത്ത ലൈറ്റൊന്നും കിട്ടിയില്ല. ഇപ്പം അയാൾ കൊല്ലുട്ടോ. എന്തായാലും കൊല്ലും, ഉറപ്പാണ്. അയാളെ റൂമിൽ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. ഇല്ല, അയാളെ പോണ്. അയാൾ പോയപ്പോൾ തന്നെ നമുക്ക് പോവാം. തുറക്ക്. നമുക്ക് ഈ കോടാലിച്ച ഓൾഡ് ഡോറ് തുറക്കാൻ തോന്നുന്നു. ഓടാ ഗൈസ്. അയാൾ വരുന്നില്ല. ഞാൻ തുറന്ന അയാൾ വരുന്ന വിചാരിച്ച് ഓടാ നിൽക്ക്. അങ്ങനെ തന്നെ വിചാരിച്ച അയാൾ പൊളിച്ചപ്പത്ര വരുമെന്ന്. അതാ ഓടിയത്. ലൈറ്റ് ഇട്. ഇവിടെ ഇതിൻ്റെ ഒരു കീ കിട്ടിയാണ് ഗൈസ്. ഇതിലെന്താ ഈ വെള്ളം കളയണം. ഇത് ഓട്ടണം. ഗൈസ് ഏറ്റവും ഓട്ടിട്ട് നീന്തലും കിട്ടും ഗൈസ്. കിണർ ഇതാക്കണ ആ കിണർ ഇങ്ങനെ തിരിച്ചെന്തെങ്കിലും കിട്ടും തോന്നുന്നു. ആ കിണറിന് ഹാൻഡ് വീലില്ല. അപ്പോൾ അതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കീയാ ഗൈസ്. ഇതിൻ്റെ കീ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കട്ടിംഗ് പ്ലയർ ഇട്ടി മേലെ പോയിട്ട് ഫിറ്റ് ചെയ്യണ ഗൈസ്. ഇതിനുള്ളിൽ ഒളിച്ചിക്കാൻ പറ്റും. നമുക്കിത് പറയണ പോലെ ഇത് ഇയാൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഒളിച്ച് നിന്നിട്ട് ഇയാൾ വരുമ്പോൾ ഈ ഡോറ് കയറ് റോപ്പ് വെച്ച് കെട്ടണം എന്നാണ് പറയുന്നത്. റോപ്പ് കിട്ടിയാൽ പിന്നെ നമുക്ക് വേഗം എസ്കേപ്പ് ആവാമല്ലോ. ഗൈസ് ഇത് മുറിക്കുക. അതിന് ഇതിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അലത്തേക്ക് കൊണ്ടാലോ. അപ്പോൾ
മോപ്പ് എടുക്കുക, വൃത്തിയാക്കുക. ബക്കറ്റ് വേണം, ബക്കറ്റ് കൈസ് തുറക്കാണ്. കൈസ് വേഗം വൃത്തിയാക്ക്. അവിടത്തേക്ക് ഒന്നും ഇല്ല തോന്നുന്നു. ആ കൈസ് അതിൻ്റെ ഹാൻഡിലുണ്ട്, മനസ്സിലായി. മൂപ്പ് അവിടെ തന്നെ വെച്ച് ഡോറടിച്ച് വേഗം സെല്ലിൻ്റെ ഉള്ളിൽ കയറുക. കൈസ് ആ റൂമത്തെ ആ ലൈറ്റ് ഓഫാക്കി നമ്മളങ്ങോട്ട് പോയിട്ടില്ലല്ലോ അല്ലേ. അയാൾ വരികയാണ്, വന്നുകണ്. ഇവിടെ നായി ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നായി പോണേടത്ത് റോപ്പിട്ട് മുമ്പോൾ കടിച്ചാൽ പിന്നെ പോകാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ എന്തൊക്കെയാ നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഞാൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അത് മാത്രമേ തുറന്നിട്ടുള്ളൂ, തുറന്ന് വെച്ചിട്ടുമില്ല. പക്ഷേ അയാളത് പോണ്. ഇതിൽ പട്ടീനെ കൊല്ലാൻ പറ്റുമോ? പറ്റൂല എന്നാണ് തോന്നുന്നു. പട്ടി കടിക്കുമ്പോൾ ഇങ്ങനെ ഓടേണ്ടി വരും. അയാൾ ആ റൂമിൽ വെച്ച് പൂട്ടുമ്പോൾ അയാൾ മേലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ട് ചിലപ്പോൾ കാണുമൊന്നും കുഴപ്പമില്ല. കഴിച്ച് നമുക്കവിടെ ഫിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലാത്ത അല്ലേ? ആണ് നമുക്കൊന്ന് കറക്കി നോക്കാം. കഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് കിട്ടിയിട്ട് എന്താ വരിക? അതിൻ്റെ ഉള്ളിൽ എന്തോ ലിക്വിഡ് ഉണ്ട്. നമുക്കെന്തോ ഇത് വേണം. ലിക്വിഡിൻ്റെ എന്തൊരു കുപ്പിയുണ്ട്. പക്ഷേ ആ ഹാൻഡിലേറ്റ് തുറക്കാം. വെച്ചു. ബസ്സിൻ്റെ ഉള്ളിലൊന്നുമില്ല. എന്താ ഇതൊക്കെ? എന്തോ അവിടെ തുറന്നാക്കിയോ? അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു കീ കിട്ടി. ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാ. ഇപ്പം അത് അറിഞ്ഞ് ഇത് പഴയ പോലെടാ. ഞാൻ വെറുതെ ഒന്ന് തുറന്നിട്ട് പോയതാ. ഇനി നമുക്ക് ഇതിപ്പോൾ മേലത്തെ എന്തെങ്കിലും കരഞ്ഞിവിടെ ഒരു ഇതുമില്ല, കീ ഒന്നുമില്ല. മേലത്തെ എന്തെങ്കിലും ബോക്സ് ഉണ്ടാവും. നമുക്കൊരു ഇത് കിട്ടിയില്ലേ? അതിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു അവിടെ നോക്കിന്ന് അതിന് കീ വേണമെന്ന് അറിയുന്നുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. മാഗ്നറ്റ് ഇതിപ്പോൾ എന്തിനേക്കാരം? ഗൈസ് നമുക്കൊന്ന് ക്യാനകത്തിലിട്ട് നോക്കി എന്തെങ്കിലും ഇരുമ്പുള്ള സാധനം ചിലപ്പോൾ അതിലുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയാലോ. നമുക്ക് ചെയ്ത് നോക്കാം. ലൈറ്റ് ഓഫ്. ചിലപ്പോൾ അതിന് തന്നെ ഇക്കാരം. നോക്കട്ടെ. തിരിക്കുന്നു, വെക്കുന്നു. പിന്നെയും തിരിക്കുന്നു. പക്ഷെ നമുക്ക് ഇത് മറ്റേ സ്ക്രൂ ഡ്രൈവർ ഊരേണ്ട സാധനം. ഇത് നമുക്ക് വേഗം ഊര. ഞാൻ നോക്കി വെച്ചിരുന്നു നേരത്തെ. അപ്പോൾ ഒരു ഊര കണ്ട ഞാൻ പണ്ടെങ്കിയ ലിക്വിഡ് ഇട്ടൊന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമോ. ഇതിപ്പോൾ എന്തിൻ്റെ ഇത്? ആ ബോക്സിൻ്റെ ആ ബോക്സ് ഓൾഡായിട്ട് തുറക്കാൻ തിനിയ. ഇത് പൂശ എന്താ കിട്ടുക? കൈസ് റോപ്പ് കിട്ടി. ഇനി എസ്കേപ്പ് ആ സാധനം കിട്ടി. എന്നൊക്കെ അയാൾ അതിൻ്റെ ഉള്ളിൽ മേലേക്ക് പോകുമ്പോൾ നമ്മൾ നായിനായിട്ട് സൗണ്ട് ഉണ്ടാക്കണേ. അത് മേലേക്ക് പോകുമ്പോൾ നമ്മൾ ആ വായിൽ റോപ്പ് വെച്ച് കിട്ടണ്. എന്നിട്ട് എസ്കേപ്പ് ആണ്. പക്ഷെ നായി കടിക്കും. നമ്മൾ ഗേറ്റ് തുറന്നിട്ടോട്ടെ, ചിലപ്പോൾ വരും. മേലത്തെ ഇത് തുറന്നിട്ട് അപ്പം മേലൊക്കെ പോവും. എന്നിട്ട് നമ്മൾ മേലേക്ക് പോകണ നേരത്ത് എന്താ പട്ടീൻ്റെ സൗണ്ട് ഉണ്ടാക്കാം. സൗണ്ട് ഉണ്ടാക്കി വാ ഗൈസ്. ഇനി ഫുള്ള് ഇതാണ്. ഇനി എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ചാവും. അത്ര പറയാനുള്ളൂ. എന്ത് പറ്റിയാലും ചാവും. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എത്തിയിട്ടേക്കാണ് ചാവുക. മേലെ കോണയത്തേക്കാണ് നീക്കുക. നമ്മൾ സൂക്ഷിച്ചു. അപ്പം അയാൾ വരും. മേലേക്ക് കയറും. എന്തായാലും ലൈറ്റ് ഇട്ടിക്കണേ മേലത്തെ. അയാൾ വന്നു. അയാൾ നമ്മളെ കാണാനില്ല. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കയറി പോണ്. അയാൾ മേലെ പോയി. ഡോറ് തുറക്ക്. തുറക്കില്ല, അടക്ക്. ഗായ്സ് തിട്ടു. ഗായ്സ് കടിച്ചു. അയാൾ അറിഞ്ഞിക്കണ് ഡോറ് കയറിയിട്ട് കൂട്ടിക്കണം. എന്നാലും നമ്മൾ ഇവിടെ എത്തിക്കണ ഗൈസ്. ഞാൻ പോത്ത ചങ്ങായി ഡോറ് വന്നാൽ പടി പാളും ഗൈസ്.
പോവാം ഗൈസ്. അങ്ങനെ എസ്കേപ്പായി ഗൈസ്. അപ്പോൾ നമ്മൾ എസ്കേപ്പായി. അപ്പോൾ നമ്മൾ 14 മിനിറ്റ് 21 സെക്കൻഡും കളിച്ചിങ്ങനെ കേട്ടോ. കുറേ നേരം അങ്ങനെ കളിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.